തിരുമേനി ചാത്തമംഗലം സെന്റ് ജൂഡ്സ് മലങ്കര കത്തോലിക്ക കുരിശുപള്ളിയിൽ വിശുദ്ധ യൂദാ തദ്ദേവൂസിന്റെ തിരുനാളാഘോഷവും നൊവേനയും സമാപിച്ചു. വിവിധ ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകൾക്ക് ഫാദർ സാമുവൽ പുതുപ്പാടി, ഫാദർ സിറിൽ പട്ടശ്ശേരി, ഫാദർ ജെയിംസ് മലേപ്പറമ്പിൽ, ഫാദർ വർഗീസ് താന്നിക്കാക്കുഴി, ഫാദർ ജസ്റ്റിൻ വട്ടക്കുന്നേൽ, ഫാദർ ബോബിൻ മരിയ OP, ഫാദർ ചെറിയാൻ മുടമ്പള്ളിക്കുഴി, ഫാദർ അബ്രഹാം പുന്നവിള, ഫാദർ മാത്യു പാലകപ്രയിൽ, ഫാദർ തോമസ് പുല്ലുകാലായിൽ എന്നിവർ നേതൃത്വം നൽകി. സമാപന ദിവസം പ്രഭാത പ്രാർത്ഥന, ആഘോഷമായ തിരുനാൾ കുർബാന, വചനപ്രഘോഷണം, നൊവേന, സ്നേഹവിരുന്ന്, കൊടിയിറക്ക് എന്നിവ നടന്നു. വിശുദ്ധനായ യൂദാ തദ്ദേവൂസിന്റെ തിരുനാൾ നാം ഏവരും ഭക്ത്യാദരപൂർവ്വം ആഘോഷിക്കുകയാണ്. ഈ കഴിഞ്ഞ 9 ദിവസം നവനാൾ പ്രാർത്ഥനയിലൂടെ ക്രിസ്തുശിഷ്യനായ യൂദാ തദ്ദേവൂസിനെ കുറിച്ചുള്ള വലിയ ചിന്തകളും അപേക്ഷകളുമായി മല കയറി ഇവിടെ പ്രാർത്ഥിച്ച് ഈ നാടിനും ഇവിടെയുള്ള ഭൂമിക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്ക് കർത്താവിന് നന്ദി അർപ്പിക്കുവാൻ ഇന്ന് ഈ ബലിപീഠത്തിന് ചുറ്റും നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വിശുദ്ധ യൂദാ തദ്ദേവൂസിനെ കുറിച്ച് ബൈബിളിൽ വിശുദ്ധ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വിരളമാണ് എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും സഭയിൽ ഈ വിശുദ്ധന്റെ നാമം അതുല്യമായ സ്ഥാനം ഈ കാലഘട്ടത്തിൽ പ്രാധാന്യത്തോടുകൂടി കാണുന്നു എന്നുള്ളത് വളരെ വിസ്മരണീയമായ വസ്തുതയാണ്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിശുദ്ധൻ എന്ന പേരിലാണ് വിശുദ്ധ യൂദാ തദ്ദേവൂസിനെ നാം കാണുന്നത്. നമ്മുടെ നൊവേന പ്രാർത്ഥനയിൽ തന്നെ പല ഭാഗങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ യൂദാസ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൈഫൻ ഇട്ടിട്ട് യൂദാസ് കറിയോത്തയല്ല എന്ന് പറയാറുണ്ട്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്തായോട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നാമം എന്നുള്ള അർത്ഥത്തിൽ ചിലരെങ്കിലും അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ള അർത്ഥമാണ് അതിനെ കാണുന്നത്. യൂദാ തദ്ദേവൂസിനെ കുറിച്ച് പറയുമ്പോൾ വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്കുള്ളത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നുള്ള ഒരു പദമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിലും വേദനകളിലും ദുഃഖങ്ങളിലും നീറിപ്പുകയുന്ന സാഹചര്യങ്ങളിൽ ആരും ആശ്രയമില്ലാതെ നിൽക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം യൂദാ തദ്ദേവൂസിന്റെ മധ്യസ്ഥം യാചിക്കുന്നവർക്ക് അത് അനുഗ്രഹമായിട്ട് മാറുന്നു എന്നുള്ള അർത്ഥമാണ് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നുള്ള വലിയൊരു അർത്ഥത്തിലേക്ക് യൂദാ തദ്ദേവൂസിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നാം ചിന്തിക്കുന്ന വിഷയമാണ്. ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിലും കുരിശുമരണത്തിലും പങ്കാളിയായ വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ തന്നെ സഹനത്തിന്റെ വലിയ അർത്ഥവും ആഴവും മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള അർത്ഥം കൂടി യൂദാ തദ്ദേവൂസിന് സഭ നൽകുന്നുണ്ട് എന്നുള്ളതുകൂടി നാം ചിന്തിക്കുന്ന വിഷയമാണ്. കേരളത്തിലെ വളരെ പ്രശസ്തമായ യൂദാ തദ്ദേവൂസിന്റെ തീർത്ഥാടന ദേവാലയങ്ങളിൽ ഒന്ന് നമ്മളെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണുന്ന സ്ഥലം വയനാട് ജില്ലയിലെ ചുണ്ടൽ എന്ന് പറയുന്ന വിശുദ്ധ യൂദാ ശ്ലീഹായുടെ തീർത്ഥാടന കേന്ദ്രമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ബാച്ചിൽ പഠിച്ച അച്ഛന്മാര് ബാച്ച് ഗ്യാതറിംഗ് കഴിഞ്ഞ് മേപ്പാടി ഭാഗത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുണ്ടൽ പള്ളിയിൽ പോയി. ആദ്യമായിട്ടാണ് ഞാൻ ചുണ്ടൽ യൂദാ തദ്ദേവൂസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ പോകുന്നത്. അതിന്റെ തലേ ദിവസം എങ്ങാണ്ടാണ് അവിടുത്തെ തിരുനാൾ സമാപിച്ചതെന്നാണ് അവിടുത്തെ അച്ഛൻ പറയുക. പക്ഷെ അവിടെ കയറി ചെന്നപ്പോൾ ഒരു വലിയ പ്രത്യേകത തോന്നുന്നുണ്ട്. കാരണം വലിയ ഒരു അത്ഭുതത്തിന്റെ ഒരു ഒഴുക്ക്, ഒരു സ്നേഹത്തിന്റെ വലിയ അനുഭവം അവിടെ വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവിക്കാൻ തോന്നി എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്.
അതുപോലെ യൂദാപുരം എന്ന് പറഞ്ഞ അങ്കമാലി ഭാഗത്തുള്ള ഒരു പള്ളികളുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും യൂദാ തദ്ദേവൂസിന്റെ വലിയ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ചെറുതും വലുതുമായ പല സ്ഥലങ്ങളിലും ഈ നൊവേന പ്രാർത്ഥനകൾ നടത്തി അനുഗ്രഹം പ്രാപിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കും. ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ്. നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം. പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേർന്ന ആഭരണങ്ങൾ. നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും. കുറഞ്ഞ പണിക്കൂലിയിൽ 100% ഹോൾ മാർക്കറ്റ് സ്വർണം. എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ. വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.